നമസ്കാരം. സിനിമയെ വെല്ലുന്ന രീതിയിൽ വീടിനടിയിൽ രഹസ്യ അറ നിർമ്മിച്ച് ലഹരിമരുന്ന് കടത്ത്. വിവരമറിഞ്ഞ് റെയ്ഡിനെത്തിയ പോലീസിനെ വെട്ടിച്ച് മാഫിയ തലവൻ രക്ഷപ്പെട്ടതും ഇതേ രഹസ്യ അറയിലൂടെ. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം. 100 മീറ്ററോളം ദൂരമുണ്ട് ഈ തുരങ്കത്തിന്. തസ്ലീം ഖാൻ എന്ന മാഫിയ തലവനാണ് 15 അടി താഴ്ചയിലുള്ള ഈ രഹസ്യ അറയിലൂടെ രക്ഷപ്പെട്ടത്. 70ഓളം കേസുകളിൽ പ്രതിയായ തസ്ലീമിനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോഴായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ. തുരങ്കത്തിന്റെ ഒരറ്റം തസ്ലീമിന്റെ വീട്ടിലും മറ്റേ അറ്റം അടുത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിലുമാണ് തുറക്കുന്നത്. ലഹരിമരുന്ന് കടത്താനും ഒളിപ്പിക്കാനും ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെക്കാനാണ് തസ്ലീം വീടിനടിയിൽ ആധുനികമായ രഹസ്യ അറ നിർമ്മിച്ചത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഈ അറയ്ക്കുള്ളിൽ കല്യാണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കസേരകളും കാർപ്പറ്റുകളും നിറച്ചിരുന്നു. ഇതിനടിയിലാണ് ഇയാൾ ലഹരിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. പോലീസ് വീട് വളഞ്ഞപ്പോൾ ഈ അറയ്ക്കുള്ളിലെ ഇടുങ്ങിയ വഴിയിലൂടെ ഇയാൾ പുറത്തേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഒരു കുടുംബ ബിസിനസ് പോലെയാണ് തസ്ലീം ഈ ലഹരി കച്ചവടം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ മകൻ ഷെഹബാസ് ഖാനെയും സഹായിയെയും 530 ഗ്രാം ചരസുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് തസ്ലീമിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. പിടിക്കപ്പെടാതിരിക്കാൻ കുട്ടികളെ ലഹരിക്കടത്തിനായി ഇയാൾ ഉപയോഗിച്ചിരുന്നു. കൂടാതെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകമായി രൂപമാറ്റം വരുത്തിയ സ്കൂട്ടറിലായിരുന്നു ഇയാളുടെ യാത്രകൾ. തസ്ലീമിന്റെ വീട് പോലീസ് നിലവിൽ സീൽ ചെയ്തിട്ടുണ്ട്. അനധികൃതമായി നിർമ്മിച്ച വീടിന്റെ ഭാഗങ്ങൾ പരിശോധിക്കാൻ മീററ്റ് വികസന അതോറിറ്റിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 50ഓളം ക്രിമിനൽ കേസുകൾ മാത്രം ഇയാൾക്കെതിരെയുണ്ട്. മുൻപ് പലതവണ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇയാൾ ലഹരി കച്ചവടം തുടരുകയായിരുന്നു. ഈ മാസം മാത്രം മീററ്റിൽ നിന്ന് വൻതോതിൽ ലഹരിമരുന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇൻവെർട്ടറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 72.9 കിലോ കഞ്ചാവുമായി 4 പേരെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ജയ്പൂർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ലഹരിമരുന്ന് എത്തിച്ചിരുന്നത്. തസ്ലീമിനായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്.